നമസ്കാരം. ഇറാനെതിരെയുള്ള അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റിലും ബഹ്റൈനിലും ശനിയാഴ്ച പുലർച്ചെയോടെ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. ഈ അപ്രതീക്ഷിത സംഭവവികാസങ്ങളെ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള വിവിധ പ്രദേശങ്ങളിലാണ് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതെന്ന് AFP റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെ തങ്ങളുടെ രാജ്യത്തിന് നേരെ വന്ന ശത്രു മിസൈലുകളെയും ഡ്രോൺ ആക്രമണങ്ങളെയും വിജയകരമായി പ്രതിരോധിക്കുകയാണെന്ന് കുവൈറ്റ് മിലിറ്ററി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം മറ്റൊരു ഗൾഫ് രാജ്യമായ ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലും പുലർച്ചെയോടെ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. അന്തരീക്ഷത്തിൽ വെച്ച് മിസൈലുകൾ തകർക്കുന്നതിന്റെ ശബ്ദങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശത്രു വിമാനങ്ങളുടെയോ മിസൈലുകളുടെയോ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മനാമ നഗരത്തിലുടനീളം എയർ റെയ്ഡ് മുന്നറിയിപ്പ് സൈറണുകൾ ഉച്ചത്തിൽ മുഴങ്ങിയത് ജനങ്ങളിൽ കനത്ത ആശങ്ക പരത്തി. ഇറാനെതിരെയുള്ള US ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. അതിനാൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെയോ അല്ലെങ്കിൽ ഇറാൻ അനുകൂല സംഘടനകളുടെയോ ഭാഗത്തുനിന്നുണ്ടായ തിരിച്ചടിയാണോ ഇതെന്ന് വ്യക്തമല്ല. നിലവിലെ സാഹചര്യങ്ങൾ അതീവ ഗൗരവത്തോടെയും സൂക്ഷ്മമായും നിരീക്ഷിച്ചു വരികയാണെന്ന് ഇരു രാജ്യങ്ങളിലെ സുരക്ഷാ വിഭാഗങ്ങൾ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും കനത്ത യുദ്ധസമാന സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതിന് പിന്നാലെ ഇറാന്റെ ഖ്വെഷം ദ്വീപിലെയും ഗോരുക്കിലെയും തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തി. പ്രാദേശിക സമുദ്ര ഗതാഗതത്തിന് ഈ ഡ്രോണുകൾ വലിയ ഭീഷണിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ നടപടി എന്നവണ്ണം ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തുടരാക്രമണങ്ങൾ തടയുന്നതിനും ഇറാന്റെ അനാവശ്യമായ ആക്രമണോത്സുകതയ്ക്ക് മറുപടി നൽകുന്നതിനുമാണ് ഈ നടപടിയെന്ന് വ്യക്തമാക്കിയ സെൻകോം തങ്ങളുടെ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും കൂട്ടിച്ചേർത്തു. ഇതിന് തൊട്ടു പിന്നാലെ പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയിലുള്ള ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലും ശക്തമായ സ്ഫോടനങ്ങളും വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന ഖാർഗ് ദ്വീപിൽ അമേരിക്ക ആക്രമണം നടത്തിയതായി ഇറാന്റെ ദി ഹോർമൂസ് ലെറ്റർ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അതേസമയം ഒമാൻ ഉൾക്കടലിൽ 2 US വിനാശിനികൾക്ക് നേരെ താക്കീത് എന്നവണ്ണം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വെടിയുതിർത്തുവെന്ന ഇറാൻ നാവികസേനയുടെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് പൂർണ്ണമായും തള്ളി. US കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടില്ലെന്നും അത്തരം നീക്കം നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാകുമെന്നും US വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള ഉപരോധം കർശനമായി നടപ്പിലാക്കിക്കൊണ്ട് US സൈന്യം മേഖലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ എക്സിലൂടെ അറിയിച്ചു. ഇറാനുമായുള്ള സംഘർഷം കടുക്കുന്നതിനിടെ അമേരിക്കൻ സൈനികരെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ അത് വീണ്ടും ഒരു പൂർണ്ണ യുദ്ധം ആരംഭിക്കാനുള്ള വ്യക്തമായ കാരണമാകുമെന്ന് US പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൌസിൽ വാർത്താലേഖകരോടും പറഞ്ഞു. ഇറാന്റെ നാവിക വ്യോമസേനകളെയും അവരുടെ നേതൃത്വത്തെയും അമേരിക്ക ഇതിനകം തകർത്തു കഴിഞ്ഞതായും അവർ 150-ലധികം കപ്പലുകൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റിനെ നിർബന്ധിതനാക്കുന്ന രീതിയിൽ പ്രതിനിധി സഭയിൽ കൊണ്ടുവന്ന വോട്ടിങ്ങിനെയും അതിനെ പിന്തുണച്ച റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികളെയും ട്രംപ് രൂക്ഷമായും വിമർശിച്ചു.